നമസ്കാരം, ഷിബിഡിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് +2 പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റ്, അതായത് അവസാന യൂണിറ്റിലേക്ക് പോകാം. മാധ്യമം എന്ന യൂണിറ്റ് ആണ്. ഇപ്പോൾ ഇതിലെ പാഠങ്ങളെല്ലാം ടീച്ചർ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ എക്സാം ബേസ്ഡ് റിവിഷൻ ആണ്, അതായത് പാഠഭാഗങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ചോദ്യങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കുക. അതുകൊണ്ട് എല്ലാ പാഠങ്ങളുടെയും കണ്ടന്റും ആശയവും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇൻട്രൊഡക്ഷനോടുകൂടി എഴുതാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതില് പാഠങ്ങൾ വരുന്നത് വാർത്താരചനയുടെ വിവിധ ഘട്ടങ്ങളും രൂപങ്ങളും പരിശീലിക്കുന്ന ലക്ഷ്യത്തോടെ കായിക ഫീച്ചറുണ്ട്. പിന്നെ പരമ്പരാഗതമായ മാധ്യമങ്ങളുടെ സ്വാധീനം വിശകലനം ചെയ്ത ലേഖനമുണ്ട്. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ സാധ്യത നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ലേഖനമുണ്ട്. പിന്നെ വരുന്നത് നൃത്തം എന്ന സൈബർ നോവലാണ്. അതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനായി തന്നിരിക്കുന്നത്. ഇങ്ങനെ 4 പാഠങ്ങളാണ് മാധ്യമം എന്ന യൂണിറ്റിൽ ഉള്ളത്. ഈ യൂണിറ്റിലെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, അത് സായിനാഥിന്റെ നല്ലൊരു വരൾച്ചയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതായത് ഇന്നത്തെ കാലത്ത് പത്രങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ചില പരിമിതികൾ ഉണ്ടെങ്കിലും സമൂഹത്തിന്റെ ദുർബലതകൾ അവർക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. അങ്ങനെ ഇന്ത്യൻ മാധ്യമങ്ങൾ കുറെ കൂടെ ആഗ്രഹിക്കും, മുമ്പത്തേക്കാൾ കുറെ കൂടെ നന്നായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. മാധ്യമങ്ങൾ ചെയ്യേണ്ടുന്ന കർത്തവ്യം അവ ചെയ്യുന്നു എന്നൊരു ചോദ്യമാണ് അദ്ദേഹം. മാധ്യമങ്ങളുടെ കർത്തവ്യം എന്ത് എന്ന് ഈ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ എഴുതുക എന്നൊരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ആദ്യ പാഠം കെ വിശ്വനാഥ് എന്ന സ്പോർട്സ് ലേഖകന്റെ വാങ്കഡയുടെ ഹൃദയത്തുടുപ്പുകൾ എന്ന പാഠഭാഗമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ സച്ചിൻ ആൾദൈവമായിട്ട് നമ്മൾ അറിയപ്പെടുന്ന ക്രിക്കറ്റിന്റെ ദൈവം ആണ്, ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന സച്ചിനാണ് ഇതിനകത്ത് പ്രധാന. സച്ചിന്റെ വിടവാങ്ങൽ കളിയുടെ വിവരണമാണ്. അപ്പൊ സ്പോർട്സ് ഫീച്ചറിന്റെ പ്രത്യേകത ഈ ഒരു ഇതിനകത്തൂടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇത് വെറും ഒരു സ്പോർട്സ് ഫീച്ചർ എന്നുള്ള യാന്ത്രികത ഇതിനകത്തില്ല. കെ വിശ്വനാഥ് എന്ന ലേഖകൻ ഈ എല്ലാ ഇന്ത്യക്കാരെ പോലെ അദ്ദേഹവും സച്ചിന്റെ ആരാധകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വികാര നിർഭരമായ ഒരു സ്പോർട്സ് ഫീച്ചറാണ് ഇതെന്ന് നമുക്ക് കാണാം. നവംബർ 15 പാകിസ്ഥാനെതിരെ കളിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് രംഗത്തേക്ക് സച്ചിൻ എത്തുന്നത്. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ കളിയാണ് ഇതിനകത്തെ പാഠഭാഗത്തിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ക്രിക്കറ്റിന്റെ എഴുത്തുകാരന്റെ ക്രിക്കറ്റിനുള്ള ബന്ധത്തിനപ്പുറം സച്ചിനോടുള്ള വൈകാരികത ഇതിനകത്ത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ വളരെ നല്ലൊരു കാവ്യഭാഷ, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാവ്യഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നറിയാം. നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലായി. ഇവിടെ 2013 നവംബർ 16 ഈ ഒരു കളി ഇവിടുത്തെ ഈ വാങ്കഡയുടെ മൈതാനത്ത് നടക്കുന്നത്. അപ്പൊ സച്ചിൻ ഈ മണ്ണിൽ തൊട്ട് മണ്ണ് തൊട്ട് അദ്ദേഹം നെറ്റിയിൽ വെച്ചപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞുപോയി എന്ന് ലേഖകൻ പറയുന്നു. അപ്പൊ വികാരം അത്രയ്ക്ക് കീഴടക്കിയ ആ ഒരു എഴുത്താണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ സച്ചിന്റെ അമ്മയും സഹോദരന്മാരും അമ്മായിയും എല്ലാം എന്റെ അടുത്തുണ്ടായിരുന്നു. അവർ കരയുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷേ സച്ചിനുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാഴ്ചക്കാരെന്തിനാണ് കരയുന്നത്? അപ്പൊ അത്രയും അധികം ആ ക്രിക്കറ്റ് എന്ന കളിയിൽ നിന്ന് സച്ചിനെ നമ്മൾ സ്നേഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാമല്ലോ, മാധ്യമങ്ങളിൽ ഏതായാലും ഫീച്ചറുകൾ വരേണ്ടതാണ്. കഥാരൂപത്തിലുള്ള ലേഖനങ്ങളെയാണ് ഫീച്ചറുകൾ എന്ന് പറയുന്നത്. വൈകാരിക ഭാഷ ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇതിന്റെ വിടവാങ്ങൽ മത്സരത്തിൽ എത്തിച്ചേർന്നവരെല്ലാം അദ്ദേഹവുമായിട്ട് ഹൃദയബന്ധമുള്ളവരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ക്രിക്കറ്റിന്റെ ദൈവമാണ് അവിടെ അന്ന് വിടവാങ്ങിയത്. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ധാരാളം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള വിവരണവും ഈ ലേഖനത്തിനകത്ത് വരുന്നുണ്ട്. ഇത്രയും വികാര നിർഭരമായ ഒരു യാത്രയപ്പ് മറ്റൊരു കളിക്കാരനും ഇന്ത്യയിൽ ലഭിച്ചിട്ടില്ല എന്നാണ് അതിനകത്ത്. അപ്പൊ ആ യാത്രയപ്പ് രംഗം പരീക്ഷയ്ക്ക് ചോദിക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ആ സമയത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നിട്ട് പോലും ശ്രീലങ്കൻ സർക്കാർ ഇദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നത്തെ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ ലഘൂകരിക്കാൻ പോലും സച്ചിന്റെ സാന്നിധ്യം സഹായകമായി എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രയാൻ ലാറയും കിരൺ മോറയൊക്കെ കരയുന്നുണ്ട്. അപ്പൊ ലാറ പറഞ്ഞത്
സച്ചിന്റെ മത്സരം കാണാനാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത്. അപ്പൊ 2 രാജ്യങ്ങളിലെ 2 വലിയ ക്രിക്കറ്റർമാരാണ് ഇവര്. അപ്പൊ ഇവരുടെ അച്ഛന്റെ വിടവാങ്ങൽ പ്രസംഗം കേട്ട് കണ്ണ് നിറച്ചിരിക്കുന്ന അർജുൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ലാറ അദ്ദേഹത്തെ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചത്. അപ്പോൾ ഇപ്പോൾ ക്രിക്കറ്റിലെ അർജുൻ ടെണ്ടുൽക്കറും എത്തിച്ചേർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ ഒരു സ്പോർട്സ് ഫീച്ചറാണ്. ഫീച്ചറിന്റെ സവിശേഷതകൾ കണ്ടെത്തുക, അവ പാഠഭാഗത്ത് എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട് എന്ന് കുറിപ്പെഴുതുക എന്നുള്ള ചോദ്യം ഇതിനകത്തുണ്ട്. അപ്പൊ ഇന്ന് വാർത്തകൾ ഇങ്ങനെയുള്ള കളികളൊക്കെ നമുക്ക് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലൈവാണ്. പക്ഷെ മുമ്പ് അങ്ങനെയല്ലല്ലോ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത് പത്രത്തിലെ ഫീച്ചറുകൾ വായിച്ചാണ് ഇങ്ങനെ സംഭവങ്ങൾ നടന്നതായിട്ട്, ഇങ്ങനെയുള്ള വിടവാങ്ങലും അവിടെ എന്തൊക്കെ നടന്നു നമ്മൾ അറിയുന്നത്. അപ്പൊ ആ ഒരു കാഴ്ച നമ്മൾ കാണുന്ന രീതിയിലാണ് ഫീച്ചറുകളിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഖപ്രസംഗം ചോദിക്കാം. ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുള്ളത്, ഈ സാക്ഷരത എത്രത്തോളമാണ് നമുക്കുള്ളത്, ആരോഗ്യരക്ഷ, റോഡ് സുരക്ഷ, ഇതൊക്കെ ബന്ധപ്പെടുത്തി മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയലാണ് ഉദ്ദേശിക്കുന്നത്. അത് എഴുതുക എന്നുള്ളൊരിത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തത്സമയ വിവരണം, ലൈവ് ടെലികാസ്റ്റ് ഉണ്ടല്ലോ, അതിന് എഡിറ്റ് ചെയ്ത് പത്രവാർത്തയാക്കി മാറ്റുക എന്നൊരു ചോദ്യം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ഡോക്ടർ VR പ്രബോധചന്ദ്രന്റെ മാധ്യമ വിചാരമാണ്. അപ്പൊ ധാരാളം മാധ്യമങ്ങൾ നമുക്കുണ്ടല്ലോ. ഏതൊക്കെയുണ്ട്? പത്രങ്ങളുണ്ട്, TV ഉണ്ട്, റേഡിയോ ഉണ്ട്. അപ്പൊ ഏതൊക്കെ പരിപാടികളാണ്? അപ്പൊ ആകർഷകത്വവും ഗുണനിലവാരവും അടുക്കാൻ അറച്ചു നിൽക്കുന്നതാണ്. ഒരിടം കളഞ്ഞ് മറ്റൊരിടം രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിലും അതെങ്ങനെയാണ് നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ശുചിത്വ പാലനം, രോഗപ്രതിരോധം, പുകവലിയുടെ മദ്യപാനത്തിന്റെ ദോഷഫലങ്ങൾ, ഇതൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളാണെന്ന് പറയുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട പത്രങ്ങൾ, വാരികകൾ തുടങ്ങിയ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ ജീവിക്കുന്ന ലോകത്തെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്ന് എത്തിച്ചു തരുന്നു. നമ്മുടെ വീട്ടിൽ ഇരുന്ന് പല രാജ്യത്തെയും കാര്യങ്ങൾ കണ്ട് അറിയാനുള്ള സൗകര്യം TV തരുന്നു. സിനിമ ഒരു വിനോദ ഉപാധിയായിട്ട് മാറുന്നു. പത്രങ്ങളും മാസികകളും ഇല്ലാത്ത ലോകത്തെ പറ്റി നമുക്കിനി ചിന്തിക്കാൻ കഴിയില്ല. മാധ്യമങ്ങൾ അത്രയ്ക്ക് നമുക്ക് സ്വാധീനം ചെലുത്തി കഴിയും. അതുപോലെ മാധ്യമങ്ങളിലെ ഭാഷാരീതിയെ കുറിച്ച് പറയുന്നത്, ആനപ്പുറത്ത് കയറി എന്ന് പറയുന്നതിന് പകരം ആന പുറത്ത് കയറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്ന അനർത്ഥം എന്നിവിടെ പറയുന്നുണ്ട്. പിന്നെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ മാധ്യമങ്ങളുടെ വളർച്ച കൂടിയത്. പിന്നെ ദിവസവും വസ്തുതകളുടെ വിവരങ്ങളുടെ പ്രളയമാണ് ശരിക്കും നടക്കുന്നത്. നിമിഷം തോറും മനുഷ്യവിജ്ഞാനം കൂടി വരികയാണ്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങളും ആനുകാലികങ്ങളും ഇനി വരുന്ന തലമുറയ്ക്ക് കൂടെ ഉപയോഗപ്പെടുന്ന മട്ടിൽ സംഭരിച്ച് സൂക്ഷിക്കാനുള്ള രീതിയാണ് ഗ്രന്ഥശാലകളിൽ നടക്കുന്നത്. അപ്പൊ അത് മറ്റൊരു മാധ്യമ രംഗമായിട്ട് നമുക്ക് പറയാം. അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് ഇന്ന് കമ്പ്യൂട്ടർ, അല്ലേ? അപ്പൊ വളരെ ദൂരെ ഇരിക്കുന്ന വിജ്ഞാന ശേഖരങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഗൂഗിൾ ചെയ്തും ഒക്കെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ അടുത്തേക്ക് ChatGPT ഒക്കെ ഈ അടുത്ത കാലത്ത് ഒരു ഓളം സൃഷ്ടിച്ചിട്ട് പിന്നെ തിരിച്ച് വലിയ ഓളം ഉണ്ടാക്കാതെ മടങ്ങി പോകാറായ ഒരു സാധ്യതയാണെന്ന് പറയാം. അത് എത്രത്തോളം അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്, പല രാജ്യങ്ങളും അത് വിലക്കി കഴിഞ്ഞു. അപ്പൊ ഇതുമൊക്കെ മാധ്യമങ്ങളിൽ പെടുന്നതാണ്. മാധ്യമങ്ങളുടെ ഗുണദോഷങ്ങളിൽ ഇതൊക്കെ നമുക്ക് വരാവുന്നതാണ്. സ്ഥലകാലങ്ങളുടെ ഒരു അതിര് ലംഘിക്കാൻ അറിവിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു വാർത്താവിനിമയ രംഗത്തുണ്ടായ വളർച്ച തന്നെയാണ് എന്ന് പറയാം. അപ്പൊ ഇതിലെ ഇന്റർനെറ്റിൽ നവമാധ്യമങ്ങളുടെ എഴുത്തിനെ കുറിച്ച് പറയുന്നത്, നവമാധ്യമങ്ങൾ ജനാധിപത്യ വേദികളാണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും എഴുതാവുന്ന ഇടമായിട്ട് നവമാധ്യമങ്ങൾ മാറുന്നു. അവിടെ നമുക്ക് നിയന്ത്രണമില്ല. അപ്പോൾ ഒരു പത്രത്തിലോ മാസികയിലോ നമ്മൾ കൊടുക്കുന്ന ലേഖനത്തിന് വെട്ടും തിരുത്തും വരെ ഇതിപ്പോ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാതെ നേരിട്ട് കൊടുക്കാൻ കഴിയും. പിന്നെ സമാന ചിന്താഗതിയുള്ളവർക്ക് ഗ്രൂപ്പ് ഫോം ചെയ്യാനൊക്കെയുള്ള അവസ്ഥയുണ്ട്. അപ്പൊ നമുക്കറിയാലോ, കൊറോണ സമയത്തൊക്കെ അല്ലെങ്കിൽ പ്രളയ സമയത്തൊക്കെ ഒരുപാട് സന്ദേശങ്ങളും സഹായങ്ങളും എത്തിച്ചേർന്ന ഇത്തരം ഗ്രൂപ്പുകളിലൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ള ജനാധിപത്യ വേദിയായിട്ട് നവമാധ്യമങ്ങൾ മാറുന്നുണ്ടെങ്കിലും വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ പലപ്പോഴും പങ്കുവയ്ക്കപ്പെടുന്ന ഒരു വേദിയായിട്ട് അതിന്റെ ദോഷം നമുക്ക് പറയാം. എന്നാൽ നവമാധ്യമങ്ങൾ പ്രചരിക്കുന്നതിനിടയിലും നമുക്കറിയാലോ, പത്രം രാവിലെ ജീവശ്വാസമായി വായിക്കുന്നവരുണ്ട്. അതായത് ഒരു ദിവസം പത്രം വായിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി കരുതുന്നവർ ഇന്നുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ അച്ചടി മാധ്യമങ്ങൾക്ക് ഉള്ള ഒരു പ്രചാരം വലുതായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് കണ്ടെത്താം.
പിന്നെ നമുക്ക് ഇപ്പോഴുള്ള മാധ്യമങ്ങളിൽ എഡിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് നമുക്കത് വിശ്വാസത നമ്മൾ കൊടുക്കുന്ന എല്ലാ വിവരങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈമാറപ്പെടുന്ന വിവര സാങ്കേതിക രംഗങ്ങളിലൂടെ നമ്മൾ കൈമാറുന്ന നവമാധ്യമങ്ങളുടെ വിവരങ്ങൾക്ക് വലിയ വിശ്വാസ്യത ഉണ്ടായെന്ന് വരില്ല. ലോകമാകമാനം നമുക്ക് പക്ഷേ പെട്ടെന്ന് ഇത് വിനിമയം ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്നല്ലേ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളെ വേറിട്ട് നിർത്തുന്ന നിമിഷ നേരം കൊണ്ട് ഒരു ആശയത്തിന് പിന്നെ ലോകത്തെ അണിനിരത്താനുള്ള കഴിവ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു നവമാധ്യമങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒന്നിന് പകരമല്ല, ഒന്നിന് തടസ്സവുമല്ല. നവമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും പരസ്പരം ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. സമൂഹ മാധ്യമങ്ങളിലെ എഴുത്തുകാർ ഭാഷയെ വികലമാക്കുന്നു എന്നൊരു പ്രതികരണമുണ്ട്. ഇപ്പൊ പൊങ്കാലിട്ടു, ശശിയായി, പുലിയായി, പ്ലിങ്ങായി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അടിപൊളി, ഇതൊക്കെ കൂടുതൽ പ്രയോഗിക്കുന്നത് ആരാണ്? നവമാധ്യമങ്ങളിലെ എഴുത്തുകാരാണ്. അപ്പൊ അത് അച്ചടി മാധ്യമങ്ങളിൽ അത് വരുന്നില്ല. അപ്പൊ അത് തമ്മിലുള്ള ഒരു സാമ്യ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഈ ഭാഷയുടെ രീതിയുടെ മേന്മയും ദോഷവും ഒക്കെ നമുക്ക് ഒരു ചോദ്യമായിട്ട് വരാം. അപ്പൊ നവമാധ്യമങ്ങൾ എന്ന് പറയുന്നതിന് പേര് സാമൂഹ്യ മാധ്യമങ്ങൾ. അപ്പൊ യൂട്യൂബ്, വാട്സാപ്പ്, ട്വിറ്റർ തുടങ്ങിയ ടെലിഗ്രാം തുടങ്ങിയവയൊക്കെയാണ് നവമാധ്യമങ്ങൾ. അതിന് പകരം സാമൂഹ്യ മാധ്യമം എന്ന പേരിലാണ് ഇത് അറിയപ്പെടേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥസാധ്യതകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് എഡിറ്റോറിയൽ ചോദിക്കാം, മുഖപ്രസംഗം ചോദിക്കാം, ഉപന്യാസം ചോദിക്കാം. അപ്പൊ അതിനൊക്കെ ഹെഡിങ് കൊടുത്ത് എഴുതാനും നമ്മൾ ശ്രദ്ധിക്കുക. തൊട്ടടുത്ത പാഠം നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും, വി കെ ആദർശിന്റെ പാഠമാണ്. അപ്പൊ ഇവിടെ നവമാധ്യമങ്ങൾ എന്നുള്ളതിന് പകരം ഇവിടെ നമുക്ക് സാമൂഹ്യ മാധ്യമം എന്നുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ചിന്തയെ. അദ്ദേഹം പറയുന്നുണ്ട് നവമാധ്യമങ്ങൾ എന്ന പേരിന് പകരം സാമൂഹ്യ മാധ്യമം എന്ന് വിളിക്കാം. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയവ പ്രബലമായ മാധ്യമങ്ങളായിട്ട് ഇന്ന് ലോകത്ത് മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഇന്റർനെറ്റിന്റെ വ്യാപനവും സ്മാർട്ട് ഫോണുകളുടെ പ്രചാരവുമാണ് ഇതിനെ സമീപകാലത്തെ മുന്നേറ്റത്തിന് കാരണങ്ങളായിട്ട് പറയുന്നത്. പത്രത്തിൽ തൽക്ഷണ ചർച്ചയ്ക്ക് സാധ്യതയില്ല. നമുക്കറിയാലോ, നമ്മുടെ നിരീക്ഷണങ്ങളും നമ്മുടെ കണ്ടെത്തലുകളും നമ്മൾ നവമാധ്യമങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ കമന്റ് രൂപത്തിൽ ഇതിനുള്ള ചർച്ചകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇപ്പോൾ ഒഴിവാക്കാനാവാത്തൊരു മാധ്യമ രൂപമായി കഴിഞ്ഞു. ഒരു ഫിഫ്ത്ത് എസ്റ്റേറ്റ് ആണ് സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു. സൈബർ ചർച്ചാ വേദികളുണ്ട്. ഇതൊക്കെ സജീവമായ സാന്നിധ്യമായി മാറുകയാണ്. അപ്പോൾ ഇന്റർനെറ്റ് വന്ന സമയത്ത് വിനിമയം ചെയ്യാൻ പറ്റുന്ന ഭാഷ ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് മലയാളവും കൂടെ ഫോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലും ടൈപ്പിംഗ് നടത്താം എന്നുള്ളതാണ്. മലയാളം വിക്കിപീഡിയ, ഓൺലൈൻ നിഘണ്ടു ഇതൊക്കെ ഈ മലയാളത്തിന്റെ പ്രവർത്തന മേഖലയെ വിപുലമാക്കുകയാണ്. വിവിധ പോർട്ടലുകൾ മലയാളത്തിൻ്റെതുണ്ട്. സാഹിത്യ കലാ സംബന്ധിയായ സൈറ്റുകളും നമുക്ക് മലയാളത്തിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ ഏത് വെബ്സൈറ്റുകളെയും പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റാം. ഇന്റർനെറ്റിന്റെ ഭാവി വികസിക്കുന്നതിന്റെ പ്രാദേശിക ഭാഷയിലൂടെയാണ്. അപ്പൊ ഇവിടെ സോഷ്യൽ നെറ്റ്വർക്ക് മാധ്യമങ്ങൾ ഇന്ന് പലതരം പഠനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യക്തിയുടെ എഴുത്ത് ജീവിതം ക്രമമായി മാറുന്നു. അതിൽ എഴുതി തുടങ്ങിയാൽ പിന്നെ ക്രമമായി എഴുതുന്നു. ആദ്യമൊക്കെ ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ കുറിച്ച് തുടങ്ങിയെടുത്തുനിന്ന് പതിയെ എഴുത്ത് രീതിയും ഭാഷയൊക്കെ മാറുന്നു. അതോടൊപ്പം അവർക്ക് ലഭിക്കുന്ന ചങ്ങാതികളുടെ ഗ്രൂപ്പും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സാമൂഹ്യ മാധ്യമങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനെ ദുരുപയോഗം ചെയ്യുന്ന ന്യൂനപക്ഷം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. എന്നാൽ ഗുണകരമായി കാര്യങ്ങൾ ചെയ്യുന്നവരും ഇതിനകത്തുണ്ട്. ഗുണദോഷ വശങ്ങൾ കണക്കിലെടുത്ത് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പം വ്യക്തികളുടെ സ്വകാര്യത ഒരു പ്രശ്നമാണ്. അത് ഒളിച്ചു വയ്ക്കാൻ ഒരിടവും ഇല്ലാത്തൊരവസ്ഥയാണ് ഇന്നത്തെ ഡിജിറ്റൽ യുഗം. അവർക്ക് ഇന്റർനെറ്റ് എന്ന വിവരപ്പുരയിൽ എത്തപ്പെടുന്ന ഓരോ സാധാരണ പൗരനും വിവരങ്ങൾ ആരാഞ്ഞ് ചികഞ്ഞെടുത്ത് മർമ്മത്ത് കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ അവരെ പ്രാപ്തരാക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആശയം സമാന തലത്തിൽ അവർ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പൊ ഒത്തൊരുമിച്ച് ഉള്ള ഒരു പ്രവർത്തനത്തിന് പലപ്പോഴും ഇന്റർനെറ്റ് സഹായിക്കുന്നുണ്ട്. ഒന്നാന്തരം ജനാധിപത്യ വേദിയായി മാറുകയാണ് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ എന്ന് പറയാം. നമുക്ക് തൊട്ടടുത്തുള്ള എം മുകുന്ദന്റെ പ്രശസ്ത കഥാകാരനായ എം മുകുന്ദന്റെ നൃത്തം എന്ന സൈബർ നോവലിന്റെ ഒരു ഭാഗമാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം. 2000 നൃത്തം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 2018 ആയപ്പോൾ 16ാമത്തെ പതിപ്പെത്തി. അപ്പോൾ കേരളത്തിലെ ആദ്യ സൈബർ നോവൽ എന്ന് അറിയപ്പെടുന്നതാണ് എം മുകുന്ദന്റെ നൃത്തം എന്ന നോവൽ.
അപ്പൊ ഇതിൽ അഗ്നി എന്നൊരാളുടെ കത്തുകളിലൂടെ ഇമെയിൽ വിലാസത്തിൽ അഗ്നി എന്ന് തുടങ്ങുന്ന വിലാസത്തിൽ വരുന്ന കത്തുകളോട് ശ്രീധരൻ എന്ന മധ്യവയസ്കൻ എങ്ങനെയാണ് പ്രതികരിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അഗ്നിയെ വിശ്വസിക്കുക എന്നുള്ളതാണ് അയാൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സന്ദേശം. അപ്പോൾ അയാൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വായിക്കുകയാണ്. കമ്പ്യൂട്ടറിലൂടെ വരുന്ന സന്ദേശങ്ങളിൽ കയ്യൊപ്പുണ്ടാവുകയില്ല, കത്തുകളിൽ കയ്യൊപ്പുണ്ടാവുമല്ലോ. നാടിന്റെയും വീടിന്റെയും പേരില്ലാത്ത, മേൽവിലാസങ്ങളില്ലാത്ത, കയ്യൊപ്പില്ലാത്ത സന്ദേശങ്ങൾ. അപ്പൊ ആരാണ് അഗ്നി എന്ന് അയാൾ ഓർമ്മയിൽ ചെകയുകയാണ്. ശ്രീധരനാണ് ഇതിലെ കഥാപാത്രം. കമ്പ്യൂട്ടർ വാങ്ങി ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം അയാളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് മുമ്പ് അയാള് എണീറ്റുടൻ എന്ത് ചെയ്യും, മേൽവിലാസം ഹോട്ട്മെയിൽ മേൽവിലാസം കൂടെ ഉണ്ടായതോടെ അയാളുടെ ശ്രീധരന്റെ ദിനചര്യ പോലും മാറിപ്പോയി. എന്തായി, രാവിലെ ഉണർന്ന് പല്ല് തേച്ച് ചായ കുടിച്ച് തന്റെ കയ്യിൽ പത്രവുമായി ഇരിക്കുന്നതിന് പകരം അയാൾ ഉണർന്ന ഉടനെ ഇന്റർനെറ്റിലേക്ക് കടക്കുക അയാളുടെ സ്വഭാവമായി. അത് മാത്രമല്ല, കമ്പ്യൂട്ടറിൽ തനിക്ക് എന്തെങ്കിലും സന്ദേശങ്ങളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം യാഹൂലെ ഒരു സൈറ്റിൽ പ്രവേശിച്ച് അന്നത്തെ വാർത്തകൾ കൂടെ വായിച്ചു കഴിയും. പിന്നെയാണ് ചായയും പല്ല് തേപ്പ്. അവസാനമായി കുട്ടിക്കാലം മുതൽ അയാൾ കുളിക്കാതെയും പല്ല് തേക്കാതെയും ഒന്നും കഴിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം കഴിഞ്ഞാണ് ഇയാൾ പ്രാതലും കൂടെ കഴിഞ്ഞാണ് പല്ല് തേക്കുന്നത്. അപ്പോൾ ഇന്റർനെറ്റ് അടിമത്തം എത്രത്തോളം മനുഷ്യനെ വശീകരിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ അടിമത്തത്തിലേക്ക്, ഇന്റർനെറ്റിന്റെ അടിമത്തത്തിലേക്ക് മനുഷ്യൻ എത്രത്തോളം മറയുന്നു എന്നുള്ളതാണ് ഈ നോവല് നമുക്ക് തരുന്ന ഒരു സന്ദേശം. മാത്രമല്ല, മുമ്പ് കുളിക്കാതെ അയാള് പോയില്ല. ഇപ്പൊ അയാള് ഡിയോഡ്രന്റ് സ്പ്രേ ചെയ്ത് ഷർട്ടെടുത്തിട്ടിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. പിന്നെ അയാൾക്ക് ഇപ്പോൾ ഒരുപാട് അറിവുകൾ ഇതിൽ ജങ്ക് സന്ദേശങ്ങൾ മാത്രമല്ല, അല്ലാതെ കുറെ അറിവുകൾ ലഭിക്കുന്നുണ്ട്. അതായത് അയാൾ എല്ലാത്തിനും മരുന്നുകൾ കഴിക്കുന്നുണ്ട്. വൈറ്റമിൻ ടാബ്ലറ്റുകൾ ധാരാളം കഴിക്കണം എന്നൊരു രീതിയിൽ അയാൾ മാറിക്കഴിഞ്ഞു. അതായത് മാനസമിത്രം ഗുളിക വാങ്ങി കഴിച്ച് തന്റെ തലച്ചോറിനെ പുഷ്ടിപ്പെടുത്തണം. അപ്പോൾ കാഴ്ചശക്തി നിലനിർത്താൻ വൈറ്റമിൻ എ, കഷണ്ടി വരാതിരിക്കാൻ വൈറ്റമിൻ ഇ, എല്ലിന്റെയും പല്ലിന്റെ ആരോഗ്യത്തിന് കാൽസ്യം, അർബുദം തടയാൻ ബീറ്റ കരോട്ടിൻ, രക്തത്തിന്റെ സാന്ദ്രത കുറയ്ക്കാൻ ആസ്പിരിൻ. അപ്പോൾ ഇങ്ങനെ മരുന്നുകൾ ധാരാളം കഴിക്കുന്ന ഒരാളും കൂടെയാണ് TP ശ്രീധരൻ. തനിക്ക് അയാളെ അറിയില്ലെങ്കിൽ അഗ്നി എന്ന മേൽവിലാസത്തിൽ വരുന്ന ആ കത്തുകളുടെ ഉടമയ്ക്ക് തന്നെ അറിയാമായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. TP ശ്രീധരൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ പ്രതീതി യാഥാർത്ഥ്യം സൃഷ്ടിച്ച മാറ്റങ്ങൾ എന്താണ് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. പ്രതീതി യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ വെർച്വൽ റിയാലിറ്റിയാണ്. ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് ഭിന്നമാണ് പ്രതീതി യാഥാർത്ഥ്യം. കമ്പ്യൂട്ടർ കൊണ്ട് തോന്നിപ്പിക്കുന്ന അന്തരീക്ഷമാണ്. ഇപ്പൊ ഇമെയിൽ സന്ദേശത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഒരു കത്ത് പോലെ അത് യഥാർത്ഥ വസ്തുവല്ല, അതിനെ നമുക്ക് തൊടാനാവില്ല, അതില് ഒരു കയ്യൊപ്പില്ല. എന്നാലും ആ ഒരു കത്ത് നൽകുന്ന വിനിമയ സാധ്യത അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊരു പ്രതീതിയായി ഇന്റർനെറ്റിൽ നിൽക്കുമ്പോഴും ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് പ്രതീതി യാഥാർത്ഥ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശ്രീധരന്റെ ശ്രീധരൻ എന്ന കഥാപാത്രത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ ഇന്റർനെറ്റും ഹോട്ട്മെയിൽ വിലാസവും വന്നതിന് ശേഷം അയാളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊരു ചോദ്യം ഉണ്ടാകുന്നു. പിന്നെ ശരീരത്തെ മുൻനിർത്തിയുള്ള ഒരുപാട് ആലോചനകൾ, എന്തൊക്കെ കഴിച്ച് ശരീരത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താം എന്നൊരു ചിന്ത, ആ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിൽ കൂടെ സൈബർ ലോകത്തിന് നമ്മൾ അടിമയായി പോകുന്നുണ്ടോ എന്നൊരു ചോദ്യവും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വരാവുന്നതാണ്. അപ്പൊ സൈബർ മേഖലകളുടെ ദുരുപയോഗം കുറ്റകൃത്യങ്ങൾ സംഭവിക്കാൻ ഇടയാക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം നിരീക്ഷണങ്ങൾ എഴുതാനായി ചോദിക്കാം. അപ്പൊ ഈ ഒരു യൂണിറ്റോട് കൂടി നമുക്ക് ഇവിടെയും എഴുത്തുകാരെ അറിയുക എന്നുള്ളൊരു ഭാഗം കൊണ്ട് എഴുത്തുകാരെ കുറിച്ചൊക്കെ വായിക്കണം. ഇതോടുകൂടി നമ്മുടെ +2 മലയാളം റിവിഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പാഠങ്ങളും വ്യക്തമായി മനസ്സിലാക്കുക, എഴുതാൻ പറ്റുന്ന രീതിയിൽ ഇൻട്രഡക്ഷൻ, നിങ്ങൾക്ക് അറിയാലോ 3, 4 മാർക്ക്, 6 മാർക്ക് ചോദ്യങ്ങൾക്ക്, 6 മാർക്ക് 8 മാർക്ക് ചോദ്യങ്ങൾക്ക് ഇൻട്രഡക്ഷൻ കമ്പൽസറി ആണ്. അത് എഴുതിയതിനു ശേഷം മാത്രം ഉത്തരം എഴുതുക. അപ്പോൾ ബാക്കി പരീക്ഷയുടെ എഴുതുന്ന രീതികളെ കുറിച്ചുള്ള വീഡിയോകളുമായിട്ട് ടീച്ചറെ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ പാഠഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. പരീക്ഷയുടെ ടിപ്സ്, അതായത് ടൈം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ടിപ്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉടനെ തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. പാഠഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. സ്നേഹത്തോടെ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.